അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കുക്കറിലൊക്കെ ബീഫ് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല പിടിക്കില്ലല്ലോ. അപ്പോൾ ഇതേപോലെ വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുക്കറിൽ പെട്ടെന്ന് റെഡിയാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഒരുവിധമൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് വാടി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ട് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇറച്ചിക്ക് അനുസരിച്ചുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിലൊന്ന് വാട്ടിയെടുക്കാം. ഇനി അത് ഒരുവിധം വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിലവർക്ക് ബീഫിൽ തക്കാളി ഇടാൻ ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കുക. തക്കാളി ഇഷ്ടമുള്ളവർക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടൊന്ന് എല്ലാം കൂടി വാടാൻ വേണ്ടി വയ്ക്കുക. അങ്ങനെ വെളിച്ചെണ്ണയിലും ചെറിയ തീയിലൊക്കെ ഇടുന്ന സവാള, ഇഞ്ചിയും, പച്ചമുളകും, തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഗ്രേവി കിട്ടും. ഇനി അതിലേക്ക് കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 1 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ ബീഫിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാകും, അതുകൊണ്ട് വേറെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണ്ട. അങ്ങനെ ബീഫിൻ്റെ വേവനുസരിച്ച് വേവിക്കുക. അപ്പോൾ കുക്കറിൽ വയ്ക്കുമ്പോൾ 3/4 ഭാഗം വരെ വേവിക്കാമുള്ളൂ കേട്ടോ. എന്നാലാണ് പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ വേവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓവർ വേവലാവും. അപ്പോൾ ഞാൻ 3/4 ഭാഗം വരെയാണ് കുക്കറിലൊക്കെ ഇറച്ചി വയ്ക്കുമ്പോൾ വേവിക്കുന്നത്. എന്നിട്ട് ബാക്കി കുക്കറിൻ്റെ മൂടി തുറന്ന് വെച്ചിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പും ഗരം മസാല പോരെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് കുക്കറിൻ്റെ മൂടി അടക്കാതെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ തീയിൽ കിടന്ന് തിളച്ച് ഇറച്ചിയുടെ അകത്തേക്കൊക്കെ മസാല പിടിക്കുകയും ചെയ്യും. നല്ല ഗ്രേവിയോടുകൂടിയ ബീഫ് കറി റെഡിയായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം കുക്കറിലൊക്കെ ഇറച്ചി വയ്ക്കുമ്പോൾ മിക്കവരും പറയണേക്കെ വെള്ളം പോലെ ഇരിക്കും, മസാലയൊന്നും പിടിക്കില്ല എന്ന്. അപ്പോൾ ഇതേപോലെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ബീഫ് കറി റെഡിയായി കിട്ടുകയും ചെയ്യും. നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് ഇറച്ചി മാറ്റിയിട്ട് ഇറച്ചി ചോറ് റെഡിയാക്കുന്നുണ്ട്. അതിനുള്ള ചോറ് ഞാൻ വേറെ കുക്കറിൽ വേവിച്ചിട്ടിട്ടുണ്ട് കേട്ടോ.